Welcome, all of you. Welcome to the lectures of surveying. In this lecture, we are going to discuss about the tachyometric survey. So, tachyometric survey means horizontal and vertical distance of points are measured by optical means. ടാക്യോമെട്രിക് സർവേ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു തിയോളൈറ്റ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ തിയോളൈറ്റിൽ സം അഡീഷണൽ ചേഞ്ചുകൾ വരും. ഈ ഒറിസോണൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിളിൽ നിന്ന് ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എ ട്രാൻസിറ്റ് തിയോളൈറ്റ് തന്നെയാണ്, ഫിറ്റഡ് വിത്ത് എ സ്റ്റേഡിയ ഡയഫ്രം. ഒരു സ്റ്റേഡിയ ഡയഫ്രം ഉപയോഗിക്കും. സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ സ്റ്റേഡിയ ഹെയർ എബോ ആൻഡ് ബിലോ ദി ഒറിസോണൽ ക്രോസ് എയർ. സാധാരണ ക്രോസ് എയറിനേക്കാളും രണ്ട് ക്രോസ് എയറുകൾ എക്സ്ട്രാ വരും. രണ്ട് എയർ, ഒന്ന് മുകളിൽ ഒന്ന് താഴെയായിട്ട് ക്രോസ് എയർ എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫിഗറിൽ കാണാം. ഇവിടെ ഈ സെൻട്രൽ ക്രോസ് എയർ ഉണ്ട്, അതിന്റെ പുറമെ മുകളിലൊന്നും താഴെയൊന്നും ഒരു ക്രോസ് എയറുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഈ ടോട്ടൽ സിസ്റ്റം ഇതാണ് സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറയുന്നത്. ഇതാണ് ടാക്യോമെട്രിക് സർവേയിങ് ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ ടെലസ്കോപ്പിന്റെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നതാണ്, ഇങ്ങനെ ക്രോസ് എയർ കാണാം. ഇതിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ ലെവലിംഗ് സ്റ്റാഫ്, നമ്മൾ ഉപയോഗിക്കുന്ന ലെവലിംഗ് സ്റ്റാഫിന് നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ ആ ഫിഗർ കൊടുത്തിരിക്കുന്നു. ഈ ലെവലിംഗ് സ്റ്റാഫ് ഇതിന്റെ സെന്റർ ആണ്. മുകളിലത്തെ ക്രോസ് എയർ നമുക്ക് ഇവിടെ കാണാം, താഴത്തെ ക്രോസ് എയറോട് താഴെയും കാണാം. ഓക്കെ, ഈ മുകളിലത്തെ ക്രോസ് എയറിന്റെയും താഴത്തെ ക്രോസ് എയറിന്റെയും റീഡിങ് ഇപ്പോൾ ഇവിടെ മുകളിലത്ത് 12.38 എന്ന് കൊടുത്തിരിക്കുന്നു, താഴെ 11.98 കൊടുക്കുന്നു. ഈ രണ്ടിന്റെയും റീഡിങ് ഡിഫറൻസ് ആണ് ഇവിടെ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 12.38 ഇങ്ങനെ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 12.38 മൈനസ് ഇവിടെ എത്ര 11.98 അല്ലേ. ഇതൊരു എക്സാമ്പിൾ ആട്ടോ, ഇവിടെ കിട്ടിയ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ മുകളിലത്തെയും താഴത്തെയും റീഡിങ്ങിന്റെ ക്രോസ് എയർ റീഡിങ്ങിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. അത് സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് എന്നാണ് അതിനെ പറയാം. യെസ് എന്ന് വിളിക്കും, സ്റ്റേഡിയ ഇന്റർസെപ്റ്റ്. ഓക്കെ, ഇനി ഇങ്ങനെ ടാക്യോമെട്രിക് മെഷർമെന്റ് സിസ്റ്റംസ് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേഡിയ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേഡിയ സിസ്റ്റം എന്ന് പറയും. അതിൽ തന്നെ ഫിക്സഡ് എയർ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ മൂവബിൾ എയർ മെത്തേഡും ഉണ്ട്. പിന്നെ ടാൻജൻഷ്യൽ സിസ്റ്റം ഉണ്ട്. ദെൻ ഫൈനലി മെഷർമെന്റ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ. ഇങ്ങനെ 3 മെത്തേഡുകൾ ഇതിലുണ്ട്. ഓക്കെ, നമുക്കിതിൽ ആദ്യം സ്റ്റേഡിയ സിസ്റ്റത്തിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. സ്റ്റേഡിയ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഡിയ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിന്റെ എങ്ങനെയാണ് നമ്മൾ അതിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ സ്റ്റേഡിയ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദി റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ ടു ദി ബേസ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻ എ സിമിലർ ട്രയാങ്കിൾ. ഇപ്പൊ ഇവിടെ O എന്നുള്ള ഒരു പോയിന്റ് കാണാം, അതേപോലെ ABC, അത് A1 A2 എന്നുള്ളത് പോയിന്റുകൾ കാണാം. ഇതിൽ കുറേ സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട്. ഈ സിമിലർ ട്രയാങ്കിൾസിന്റെ ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇവിടെ നോക്കിക്കോളൂ, OC ബൈ AB എന്ന് പറയുന്ന റേഷ്യോ. OC എന്ന് പറഞ്ഞാൽ ഈ വലിയ ഡിസ്റ്റൻസ് ആണ്, ഓയിൽ നിന്ന് സിയിലേക്കുള്ള വലിയ ഡിസ്റ്റൻസ് ആണ് OC എന്ന് പറയുന്നത്. ദാറ്റ് ഡിവൈഡ് ബൈ AB എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഹൈറ്റ്. ആ റേഷ്യോ ഈസ് ഈക്വൽ ടു OC1 ബൈ A1B1. അപ്പൊ അടുത്ത ട്രയാങ്കിൾ C1 വരെ ബൈ A1B1 എന്നാണ് ഈ ഡിസ്റ്റൻസ്. ഇങ്ങനെ ഈ ഒരു റേഷ്യോകൾ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അത് ഈക്വൽ ആയിരിക്കും കോൺസ്റ്റന്റ്. ഇതാണ് സ്റ്റേഡിയ സിസ്റ്റത്തിലെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നിങ്ങളൊരു പോയിന്റ് O എന്ന പോയിന്റിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. ഓക്കെ, A എന്നുള്ള ഒരു പോയിന്റില് സ്റ്റാഫ് വെച്ചു, ലെവലിംഗ് സ്റ്റാഫ് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് S എന്നുള്ള വാല്യൂ ആണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ സ്റ്റാഫ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെയാണ് സ്റ്റാഫ് വെച്ചെങ്കിൽ ഈ S എന്നുള്ള ഡിസ്റ്റൻസ് കുറയും അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ആ ഇന്റർസെപ്റ്റ് S എന്നുള്ള ഇന്റർസെപ്റ്റ് കുറയാണ്. വീണ്ടും അടുത്തേക്ക് വന്നാൽ വീണ്ടും അത് കുറയും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് S എന്നുള്ള ഇന്റർസെപ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഡിസ്റ്റൻസ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് S എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Instrument is considered at O and staff at A. S is the staff intercept and D is the distance between O and staff. Okay. Here, now this distance D is given by D is equal to Ks plus C. This distance we calculate by using the equation Ks plus C, where K is the multiplying constant of instrument.
ആ ഇൻസ്ട്രുമെന്റിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. എസ് ഇസ് ദ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആൻഡ് സി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ് കോൾഡ് അഡിറ്റീവ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കോൺസ്റ്റന്റുകളായും ആണ് കെയും സിയും. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ആകെ ചേഞ്ച് ചെയ്യുന്ന എസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കെയും സിയും നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് ഡി എന്ന ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ എസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എസിന്റെ വാല്യൂ കിട്ടിയത് 2.2 ആണ് വിചാരിക്കാം. ഈ ഇൻസ്ട്രുമെന്റിന്റെ കോൺസ്റ്റന്റ് കെ എന്നുള്ള കോൺസ്റ്റന്റ് 100 ആണ്, സി എന്നുള്ള കോൺസ്റ്റന്റ് 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് എന്നല്ല പറഞ്ഞത്. കെ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 2.2 പ്ലസ് സി എന്ന് പറയുന്നത് 10 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2.2 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ 220 പ്ലസ് 10 ഈക്വൽ ടു 230 മീറ്റർ എന്ന് വരും ഈ ഡിസ്റ്റൻസ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, പിന്നെ അതിലെ രണ്ടാമത്തെ മെത്തേഡ് ടാൻജൻഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സിസ്റ്റം. ടാൻജൻഷ്യൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് യൂസിങ് വെർട്ടിക്കൽ ആംഗിൾസ്. വെർട്ടിക്കൽ ആംഗിൾസ് ഉപയോഗിച്ചിട്ട് നേരത്തെ നമ്മൾ സ്റ്റേഡിയ ഇന്റർസെപ്റ്റ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ടാൻജൻഷ്യൽ മെത്തേഡിൽ വെർട്ടിക്കൽ ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വെർട്ടിക്കൽ ആയാലും ഹൊറിസോണ്ടൽ ആയാലും രണ്ടും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ സ്റ്റേഡിയ ഹെയർസ് യൂസ് ചെയ്യുന്നില്ല. സ്റ്റേഡിയ ഹെയർസിന്റെ റീഡിങ് ആവശ്യമില്ല. സ്റ്റേഡിയ ഇന്റർസെപ്റ്റിലുള്ള റീഡിങ്ങിന്റെ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇവിടെ രണ്ട് വെർട്ടിക്കൽ ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇൻസ്ട്രുമെന്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, വേറൊരു പോയിന്റിൽ ആ സ്റ്റാഫ് വെച്ചു. സ്റ്റാഫിലെ 2 പോയിന്റ്, അതിന്റെ വെയിൻ എന്ന് പറയുക, വെയിനിലേക്കുള്ള ആംഗിൾ, 2 ആംഗിൾ ഒറിസോണ്ടൽ നിന്നുള്ള ആദ്യത്തെ മേലേക്കുള്ള ആംഗിൾ ആൽഫ 1 താഴേക്കുള്ള ആംഗിൾ ആൽഫ 2. ഈ 2 ആംഗിൾ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ആംഗിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഡി എന്ന ഡിസ്റ്റൻസും അതേപോലെ വി എന്ന ഡിസ്റ്റൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇങ്ങനെയുള്ള ആംഗിൾസ് 3 തരത്തിലാവാം. ഒന്നെങ്കിൽ എല്ലാ ആംഗിളും എലിവേഷൻ മേലേക്കായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ ആംഗിളും താഴേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആംഗിൾ മേലെയും ഒരു ആംഗിൾ താഴെയാവാം. ബോത്ത് ആംഗിൾ എലിവേഷൻ ആവാം, ബോത്ത് ആംഗിൾ ഡിപ്രഷൻ ആവാം, 1 ആംഗിൾ എലിവേഷൻ 1 ആംഗിൾ ഡിപ്രഷൻ ആവാം. ഓക്കെ, നമുക്ക് ഓരോ കേസ് നോക്കാം. ആദ്യത്തെ കേസ് ബോത്ത് ആംഗിൾ എലിവേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻസ്ട്രുമെന്റ് നമ്മൾ സെറ്റ് ചെയ്തു, ആ പോയിന്റ് മേലെയാണ്. ഓക്കെ, പോയിന്റ് ഇരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെയാണ് ഇൻസ്ട്രുമെന്റ് സെറ്റ് എങ്കിൽ പോയിന്റ് ഇരിക്കുന്നത് ഈ ഒരു പോയിന്റാണ് ഇരിക്കുന്നത്, അത് മേലെയാണ്, ഇൻസ്ട്രുമെന്റിനേക്കാളും മുകളിലാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാഫ് വെച്ചാൽ താഴെയുള്ളയും മേലെയുള്ളയും പോയിന്റിലേക്കുള്ള ആംഗിൾ, ഒറിസോണ്ടൽ നിന്നുള്ള ആംഗിൾ ആൽഫ 1 ആൽഫ 2, മേലേക്കുള്ള ആംഗിൾ ആൽഫ 1, താഴേക്കുള്ള ആംഗിൾ ആൽഫ 2. ഇത് രണ്ടും ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഈ 2 ആംഗിൾ ആൽഫ 1 ആൽഫ 2 നമുക്ക് കിട്ടിയാൽ ഈ ഡിസ്റ്റൻസ് ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടാൻ ആൽഫ 1 മൈനസ് ടാൻ ആൽഫ 2. എസ് എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ഉണ്ടാവുന്ന ആ ഡിഫറൻസ് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിൽ നിന്ന് എസ് ബൈ ടാൻ ആൽഫ 1 മൈനസ് ടാൻ ആൽഫ 2 ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ്. ആൻഡ് ഓൾസോ വി എന്നുള്ളത്, വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിസോണ്ടലിൽ നിന്ന് ഫസ്റ്റ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ടാൻ ആൽഫ 2 എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആയാൽ. ഇനി ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയി, രണ്ടും താഴേക്കാണെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മൾ ഒറിസോണ്ടലിൽ നിന്ന് 2 പോയിന്റ് താഴേക്കാണ് അല്ലേ. ഇൻസ്ട്രുമെന്റിനെ അപേക്ഷിച്ച് പോയിന്റ് താഴെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്റ്റാഫ് വെച്ചാൽ ആംഗിൾ 2 ആംഗിൾ ആൽഫ 1 ആൽഫ 2 കിട്ടും അല്ലേ. ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റ് അതിലേക്കുള്ള ആംഗിൾ. അതിൽ നിന്ന് ഡി ഈസ് ഈക്വൽ ടു എസ് ബൈ ടാൻ ആൽഫ 2 മൈനസ് ടാൻ ആൽഫ 1 എന്ന് വരും അല്ലേ. ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡി ഇൻറ്റു ടാൻ ആൽഫ 2 എന്ന് വരും. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ എലിവേഷനും ഒരു ആംഗിൾ ഡിപ്രഷനും ആയാൽ, ഇവിടെ നോക്കൂ, ഒറിസോണ്ടൽ നിന്ന് ഒരു ആംഗിൾ മേലേക്കാണ്, ഒരു ആംഗിൾ താഴേക്കാണ് അല്ലേ, ആൽഫ 1 ആൽഫ 2. അത് ഉപയോഗിച്ചിട്ട് ഡി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടാൻ ആൽഫ 1 പ്ലസ് ടാൻ ആൽഫ 2 എന്ന് വരും. ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഡി ടാൻ ആൽഫ 2. അപ്പോൾ ഇങ്ങനെയാണ് 3 കണ്ടീഷൻ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്ത് ടാക്യോമെട്രിക് സർവേയിങ് എന്താന്ന് പറഞ്ഞു അല്ലേ. സാധാരണ ഒരു തിയോഡലൈറ്റിന്റെ കൂടെ സ്റ്റേഡിയ ഡയഫ്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ടാക്യോമെട്രിക് സർവേയിങ് അല്ലേ. അതിന്റെ സിസ്റ്റംസ് പറഞ്ഞു അല്ലെ, 3 സിസ്റ്റം. സ്റ്റേഡിയ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ, സ്റ്റേഡിയ സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ ടാൻജൻഷ്യൽ സിസ്റ്റം ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 സിസ്റ്റം ഉണ്ട്. അതിലെ സ്റ്റേഡിയ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതേപോലെ ടാൻജൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലെ. സ്റ്റേഡിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി ആണ് അല്ലെ. ടാൻജൻഷ്യൽ സിസ്റ്റം ആണെങ്കിൽ അതിൽ 3 കേസ് വരും അല്ലെ. എലിവേഷന്റെ കേസ്,
അതുപോലെ ഡിപ്രഷൻ്റെ കേസ്, പിന്നെ രണ്ടും എലിവേഷനും അതുപോലെ ഡിപ്രഷനും വരുന്ന രണ്ടും വരുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.